കോളിഫ്ലവർ കൊണ്ടൊരു മസാലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ മൈദാമാവും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് അതിനകത്ത് മസാലയ്ക്കൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കി 1 മണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ടത് വറുത്തെടുക്കുക. പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇട്ട് ചെറിയ തീ മതി, ഒന്ന് ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്നിട്ട് മൂപ്പിച്ചെടുക്കണം. അത് ഒരുപാട് നിറമൊന്നും വരണ്ട, ഒരു ഹാഫ് വേവായാൽ മതി. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇപ്പം ഈ പരുവം മതി. ഈ സമയത്ത് നമുക്കത് കോരി എടുക്കാം. ഇനി അധികം വരുന്ന എണ്ണ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് നമുക്കങ്ങ് കോരി മാറ്റാം. എന്നുവെച്ചാൽ ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബാക്കി ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതലാണെങ്കിൽ അതങ്ങ് കോരി വയ്ക്കണം. ആ എണ്ണയിലോട്ട് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഇടാം. അതിനകത്തോട്ട് പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൊത്തി അരിഞ്ഞത് ഇടുക. കറിവേപ്പില ഇടുക. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇടണം. ആ സവാള നല്ല സോഫ്റ്റ് ആകണം. നിറം ഒരുപാട് മാറണ്ട, എന്നാലും ഒരു സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് എളുപ്പം സവാള മൂക്കാൻ തുടങ്ങും. സവാളയും ഏകദേശം ഇത്രയൊക്കെ ആയാൽ മതി. ഈ സമയത്ത് നമ്മൾ മസാല ചേർക്കും. മസാല കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഏകദേശം 1 ടീസ്പൂൺ തന്നെ ഇടുന്നത്. പിന്നെയും മല്ലി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. ഇത് ഇനി നല്ലപോലെ മുളകിൻ്റെ പച്ചമണം എല്ലാം മാറത്തക്കൊന്ന് മൂക്കണം. ചെറിയ തീയിലിട്ട് ഇളക്കിയാൽ മതി, കരിഞ്ഞു പോകരുത്. സവാള ഇനി നിറം മാറണ്ട. നല്ലപോലെ മൂത്ത മണം വരുമ്പം അതുവരെ ഇളക്കണം. മൂത്ത മണം വരുമ്പം 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞോടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകണം. ഇനി അതിലോട്ട് ഒരു 1.5 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. തക്കാളി ഒന്ന് വേകണം. ഒന്ന് ഇളക്കി സ്വല്പം നേരം ഇരുന്നാൽ മതി. അത് കഴിയുന്ന ഉടനെ നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവർ അതിലോട്ടിടുക. ഇനി അത് നല്ലപോലെ അതിൻ്റെ വെള്ളം വറ്റണം. അത് ചെറിയ തീ കിടന്ന് വറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് ഇതെല്ലാം വെന്ത് കുഴഞ്ഞ് വരുന്ന പോലെ വരും. ഉപ്പൊക്കെ ഈ സമയത്ത് വേണേൽ ചേർക്കണം. ഇനി മല്ലിയില അരിഞ്ഞതാണ് ചേർക്കുന്നത്. അത് ഇട്ട് ഇളക്കി നല്ലപോലെ ഇളക്കി അടച്ച് അവിടെ വയ്ക്കുക. ഇത് പാചകം പഠിക്കുന്ന കുട്ടികൾക്ക്, എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ തന്നെ പാചകം ചെയ്യുന്ന കുട്ടികൾക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കറി ഉണ്ടാക്കിയത്. എല്ലാ കുട്ടികളും അത് പാചകം ചെയ്ത് നോക്കണം.